ഏറ്റവും നീളം കൂടി എഴുതപ്പെട്ട ഭരണഘടന. 448 ആർട്ടിക്കിളുകൾ, 25 ഖണ്ഡങ്ങൾ, 12 ഷെഡ്യൂളുകൾ, പിന്നെ അതിൽ വന്ന 105 ഭേദഗതികളും. സ്വതന്ത്ര നീതിന്യായ സംവിധാനമുള്ള സോവറീൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽപ്പാണ് 7 പതിറ്റാണ്ടുകൾ പിന്നിട്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ 75 വർഷങ്ങൾ, റിപ്പബ്ലിക് എന്ന നിലയിലുള്ള 73 ആണ്ടുകൾ. ഇന്ത്യ ലോകത്ത് എങ്ങനെ മാറി? ദരിദ്ര ദശലക്ഷങ്ങളുമായ അനിശ്ചിതത്വത്തിലേക്ക് പിറന്നു വീണ ഒരു രാജ്യം ഇതാ ഇന്ന് ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. സായുധശേഷിയിൽ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് 4ാമത്തെ രാജ്യം. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും തൊട്ടു പിന്നിൽ. അതേ റാങ്കിംഗ് അനുസരിച്ച് തന്നെ സൈനികരുടെ എണ്ണത്തിൽ ഇപ്പോൾ 2ാമതാണ് ഇന്ത്യ. ഇനി എണ്ണം പറഞ്ഞിറങ്ങാം വ്യോമസേനയുടെ ആ കരുത്തിലേക്ക്. 2182 വിമാനങ്ങൾ, 577 ഫൈറ്ററുകൾ, 807 ഹെലികോപ്റ്ററുകൾ. എന്താണ് ഈ ശേഷി എന്നൊന്നുകൂടി അടുത്തു കാണാം. 36 റഫാലുകൾ, 262 സുഖോയ് Su-30, 32 തേജസ്, 65 MiG-29, 45 മിറാഷ്, പിന്നെ 130 ജാഗറുകളും 128 MiG-21. കരസേനയിലേക്ക് വന്നാലോ 4614 ടാങ്കുകൾ, 1,00,000-ലേറെ വാഹനങ്ങൾ, പുറമെ 12,000 സായുധ വാഹനങ്ങൾ, 3311 പീരങ്കി വാഹനങ്ങൾ, 1500 റോക്കറ്റ് പ്രൊജക്ടറുകൾ. അങ്ങനെ പോകുന്നു ആ കരുത്ത്. പക്ഷെ ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി നിലനിർത്തുന്നത് ഇതിലൊക്കെ ഉപരി മറ്റൊന്നാണ്: പരസ്പര ആശ്രിതത്വം. ഫെഡറൽ സംവിധാനത്തിന്റെ ഊടും പാവും എന്ന് വിളിക്കാം. അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് 4 ലക്ഷം കിലോമീറ്റർ റോഡുകൾ. ഇന്നത് 62 ലക്ഷം കിലോമീറ്ററാണ്. റോഡ് വലിപ്പത്തിൽ അമേരിക്ക കഴിഞ്ഞാൽ 2ാമത്. റെയിൽവേ റൂട്ടിന് നീളം 67,368 കിലോമീറ്റർ. അതും ഒറ്റ കമ്പനിയുടെ കീഴിൽ ഇത്ര വലിയ റെയിൽ നെറ്റ്വർക്ക് ഏഷ്യയിൽ 1ാമതാണ്, ലോകത്തെ 2ാമതാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വേർപെട്ട് കേരളത്തിനും, കേരളത്തിൽ നിന്ന് വേർപെട്ട് കർണാടകത്തിനും, കർണാടകത്തിൽ നിന്ന് വേർപെട്ട് ആന്ധ്രാപ്രദേശിനും നിലനിൽപ്പില്ലാത്തത് റോഡും റെയിലും നദിയും ചേർത്തുള്ള ഫെഡറൽ സംവിധാനത്തിലെ ഈ കോർത്തിണക്കൽ കൊണ്ടുകൂടിയാണ്. അങ്ങനെ വടക്ക് നിന്ന് നമ്മൾ തെക്കൻ തീരത്തേക്ക് എത്തുകയാണ്, ഇന്ത്യൻ മഹാസമുദ്ര തീരത്തേക്ക്. ഇനി കാണാം നമ്മുടെ നാവികസേനയുടെ കരുത്ത്. ഇതാ 12 യുദ്ധക്കപ്പലുകൾ, 11 ഡിസ്ട്രോയറുകൾ, 18 മുങ്ങിക്കപ്പലുകൾ, 138 പെട്രോൾ നൌകകൾ, 2 വിമാനവാഹിനികൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്ത് നിന്ന് ഹിമാലയ സാനുക്കളിലേക്ക് നോക്കി ഓരോ ഇന്ത്യക്കാരനും ഉറക്കെ പാടാം: പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ. അതാണ് ഭരണഘടന ഓരോ നിമിഷവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതിൽ തൊട്ടാണ് നമ്മുടെ ഓരോ പ്രതിജ്ഞയും. നീണാൾ വാഴട്ടെ നമ്മുടെ ഭരണഘടനയിലുള്ള വിശ്വാസവും ജനതയുടെ വീര്യവും ഇന്ത്യൻ റിപ്പബ്ലിക്കും. ജയ് ഹേ ഇന്ത്യ.